ഹായ് എവരിവൺ, എന്താണ് HDR ക്യാമറ ഓപ്ഷൻ, അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് നേരിട്ട് പോകാം. HDR ഓപ്ഷൻ അതായത് ഹൈ ഡൈനാമിക് റേഞ്ച് എന്ന് വെച്ചാൽ നോർമൽ ഫോട്ടോ എടുക്കുന്നതിലും കൂടുതൽ ബ്രൈറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഫോട്ടോ എടുക്കാൻ പറ്റുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ സവിശേഷത. നോർമൽ മോഡിലെടുത്ത ഒരു ഫോട്ടോയാണിത്. ഇതൊന്ന് സൂം ചെയ്ത് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ 1.97 MB ഉള്ളൂ JPG ഫയലിൻ്റെ സൈസ്. അതിനുശേഷം നമുക്ക് ഇനി HDR മോഡിൽ ഒന്ന് എടുത്തു നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിൽ HDR ഓപ്ഷൻ കണ്ടുപിടിച്ച് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ഫോട്ടോ ആണോ എടുക്കുന്നത് വെച്ചാൽ അത് ഫോക്കസ് ചെയ്ത് ഷെയ്ക്കില്ലാതെ പിടിച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നോർമൽ ഫോട്ടോ എടുക്കുന്ന പോലെ എടുക്കരുത്. കുറച്ച് നേരം നന്നായി വെയിറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അത് സേവ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് സേവ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഫോട്ടോ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എടുത്ത ഫോട്ടോയേക്കാളും ക്ലിയറും ബ്രൈറ്റ്നസ്സും ഉണ്ട്. ഇത് സൂം ചെയ്ത് നോക്കുമ്പോൾ തന്നെ ആ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം നല്ല ക്ലിയർ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം നോർമലായിട്ട് എടുത്തതിനേക്കാളും കൂടുതലാണ്. 2.52 MB ഉണ്ട് ഇതിൻ്റെ ഫയൽ സൈസ്. ഇനി നമുക്ക് ഓപ്പോ ഫോണിൽ ഇതേ മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഓപ്പോയുടെ ഫോണിലാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു നോർമൽ ഫോട്ടോ എടുത്ത് നോക്കാം. നോർമൽ ഫോട്ടോ എടുത്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. 1.46 ഉള്ള MB ഉണ്ട് ഫോട്ടോ. അതിനുശേഷം നമ്മുടെ ഒട്ടുമിക്ക ഓപ്പോയുടെ ഫോണിലും ഫ്രണ്ടിൽ തന്നെ ഇത് കാണാൻ കഴിയും. ഇതിപ്പോൾ നോർമൽ മോഡിലാണ് നമ്മൾ എടുത്തത്. ഇനി HDR മോഡിലേക്ക് ആക്ടിവേഷൻ ആക്കണമെങ്കിൽ HDR ഓപ്ഷൻ ടിക്ക് ചെയ്തതിന് ശേഷം ഫോക്കസ് ചെയ്ത് പിടിക്കുക. പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ നോർമൽ ഫോട്ടോ എടുക്കുന്ന പോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. ഒന്ന് വെയിറ്റ് ചെയ്ത് എടുക്കണം, എന്നെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫോട്ടോ ടിക്ക് ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് കണ്ടില്ലേ, നമ്മൾ നോർമൽ മോഡിലെടുത്ത ഫോട്ടോയും HDR മോഡിലെടുത്ത ഫോട്ടോയും ശരിക്കും നല്ല ഡിഫറൻ്റ് ഉണ്ട്. ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 1.51 MB ഉണ്ട്. മറ്റേത് ഇത്ര ഇല്ലതാണ്. കണ്ടില്ലേ, ഇത് നമ്മൾ HDRലെടുത്തത്, നമ്മൾ നോർമൽ മോഡിലെടുത്തത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. മറ്റ് സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.